നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് റീച്ച് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്, ഷെയർ ചെയ്തവർക്കും മെസ്സേജ് അയച്ചവർക്കും പിന്നെ സപ്പോർട്ട് ചെയ്തവർക്കും ഒക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ഞാനത് ഇട്ടേക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് ലിമിറ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ. അപ്പോൾ കുറേ പേര് ഇൻട്രസ്റ്റ് ആണ്, എങ്ങനെ കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനൊരു ജോബിൻ്റെ ഒരു വേക്കൻസി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഓൾറെഡി ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് എന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യാനുള്ളതിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉദ്ദേശിച്ചാണ് അതിൻ്റെ ആ വീഡിയോസിൻ്റെ അണ്ടറിൽ കുറേ പേര് ഇങ്ങനെ എനിക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റേ ജോബ് ഓഫർ ഇട്ടതിനകത്ത് ക്ലിക്ക് ചെയ്താൽ മതി, ലിങ്ക് ഓൾറെഡി അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്തവർക്കും മെസ്സേജ് അയച്ചവർക്കും എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. സബ്സ്ക്രൈബർ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ഫ്ലോയും എക്സാമും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ആണ്, ഗ്യാപ്പ് പ്രശ്നം തന്നെയാണ്. നമുക്ക് മോർ ദാൻ 6 മന്ത് ഗ്യാപ്പ് ഇപ്പോൾ എന്താണെങ്കിലും ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഒരു ഇതുണ്ട്, നിങ്ങളിപ്പോൾ എലിജിബിലിറ്റി എടുത്ത് ഡാറ്റ ഫ്ലോ എടുത്തിരിക്കുകയാണ്. ഡാറ്റ ഫ്ലോയ്ക്ക് അങ്ങനെ ഒരു എക്സ്പയറി അങ്ങനെ സംഭവം ഇല്ല. പക്ഷേ എലിജിബിലിറ്റിക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് 1 ഇയർ വാലിഡിറ്റിയേ ഉള്ളൂ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് വൺസ് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാറ്റ ഫ്ലോയും ഗുഡ് സ്റ്റാൻഡിങ്ങും BLS എല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. വൺസ് എലിജിബിലിറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എലിജിബിലിറ്റിക്ക് നമുക്ക് 1 ഇയർ വാലിഡിറ്റി ഉള്ളൂ. ആ 1 ഇയറിൻ്റെ ഉള്ളിൽ നമ്മൾ എവിടെയെങ്കിലും ഹോസ്പിറ്റലോ ക്ലിനിക്കോ എവിടെയെങ്കിലും കയറിയിട്ട് ലൈസൻസ് ആക്കി ആക്ടിവേറ്റ് ആക്കണം. ഇല്ലെങ്കിൽ എന്താവും, ആ ഒരു എലിജിബിലിറ്റി ക്യാൻസലായി പോവും. പിന്നെ നമ്മൾ വീണ്ടും എക്സാം എഴുതണം. പക്ഷേ ഡാറ്റ ഫ്ലോയോ ഗുഡ് സ്റ്റാൻഡിങ്ങിന് 6 മന്ത് വാലിഡിറ്റി ഉള്ളൂ. ഡാറ്റ ഫ്ലോയ്ക്ക് അങ്ങനെ എക്സ്പയറി ഒന്നുമില്ല. നമ്മൾ വൺസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതി. ഇനിയിപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ GNMs ഒക്കെ പഠിച്ചവരാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പോസ്റ്റ് PSC ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എഗെയിൻ ഡാറ്റ ഫ്ലോ വീണ്ടും ആദ്യം ചെയ്യണം കേട്ടോ. ആ ഒരു ഇത് വെച്ചിട്ട് ആ സർട്ടിഫിക്കറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുവരെയുള്ള എക്സ്പീരിയൻസും വെച്ചിട്ട് വീണ്ടും ഒരു ഡാറ്റ ഫ്ലോ ചെയ്യണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഡാറ്റ ഫ്ലോയ്ക്ക് എക്സ്പയറി ഇല്ല. പക്ഷേ വൺസ് നിങ്ങൾ ഈ എലിജിബിലിറ്റി ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ നിങ്ങൾ എവിടെയെങ്കിലും ജോലിക്ക് എന്തായാലും കയറണം. മോർ ദാൻ 6 മന്ത് ആവുമ്പോൾ അതൊരു ജോലി കിട്ടാതിരിക്കാനുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. അവർ നോക്കും എന്തുകൊണ്ട് ഇത്രയും മാസം കയറിയില്ല, പിന്നെ ഗ്യാപ്പ് അത് 6 മന്ത് മോർ ദാൻ ആകുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യുന്നു, ഗ്യാപ്പ് എന്നുള്ള ഒരു ഇതിലേക്ക് പോവും. പക്ഷേ ഇവിടെ അത്രയും ഇഷ്യൂസ് അങ്ങനെ വരാറില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു മോർ ദാൻ 6 or 7 ഒക്കെ ഉള്ളിലൊക്കെ കയറുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ മോർ ദാൻ 1 ഇയറിൻ്റെ ഇതിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അത് എലിജിബിലിറ്റി ക്യാൻസലാവും. എന്ത് ചെയ്യും, ജോലി സാധ്യതയും കുറവാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബർ ഇതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഡാറ്റ ഫ്ലോയും എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയെങ്കിലും ജോലിക്ക് കയറാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്യാപ്പ് ഒരു ഇഷ്യൂ ആയിട്ട് തന്നെ വരും. അവരത് നോക്കും, പ്രീവിയസ് എവിടെ വർക്ക് ചെയ്ത് ലാസ്റ്റ് എവിടെ വർക്ക് ചെയ്തത് എന്നുള്ളത് നോക്കും. അതുപോലെ തന്നെയാണ് മോർ ദാൻ 6 മന്ത് വലിയൊരു ക്രൈറ്റീരിയ തന്നെയാണ്. അപ്പോൾ ചില സ്ഥലത്ത് ഓൾമോസ്റ്റ് ഒരു 99% ആൾക്കാരും ഗ്യാപ്പ് ഒരു ഇഷ്യൂ ആയതുകൊണ്ട് മോർ ദാൻ 6 മന്ത് ആയതുകൊണ്ട് തന്നെ എടുക്കില്ല, ചാൻസ് കുറവാണ്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചില സ്ഥലത്തൊക്കെ കുഴപ്പമില്ല, നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് നല്ലതാണെങ്കിൽ എടുക്കും. പക്ഷേ അപ് ടു 1 ഇയറിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആണ്. നിങ്ങൾക്ക് അതൊരു വലിയ ഗ്യാപ്പായിട്ട് തന്നെ അവർ കൺസിഡർ ചെയ്യും, ചാൻസ് കുറവായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ എലിജിബിലിറ്റി ക്യാൻസൽ ആവുകയും ചെയ്യും. അപ്പോൾ ഇത്രയുള്ള സബ്സ്ക്രൈബർ ചോദിച്ചതിൻ്റെ ഒരു ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് മെസ്സേജ് അയക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്